ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ചിക്കൻ പീത്ത ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഓയിലിൽ പൊരിച്ച ഐറ്റംസൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ളതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുബൂസ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന രീതിക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ പാലോ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ കുബൂസിന്. അപ്പോൾ വെള്ളത്തിൽ കുഴക്കുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുഴിയുന്ന രീതിയിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമ്മൾ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ 400 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഇതുപോലെ 2 വശവും ഡ്രൈ ആകുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെ കുബൂസിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിലോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് പരത്താം, എന്നാലും നമ്മൾ കുബൂസൊക്കെ പൊങ്ങി വരുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഒരു വശത്ത് ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ കുബൂസും ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മയോണീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ കുബൂസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെജീസും കൂടി കട്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പീറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇഫ്താറിനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു, ബൈ.